We ask for your wisdom to guide our steps, bring clarity. Heavenly Father, as we start this day, we ask for your wisdom to guide our steps, bring clarity to our mind, and help us make the right decisions. Bless our efforts with success, and let your favor shine upon us. We trust in your plan and ask for your strength as we pursue our goals. In Jesus' name, Amen. afternoon. Prayer Good start ചെയ്തോ? afternoon. Prayer കഴിഞ്ഞോ മാം? Okay, sign in. ആരെങ്കിലും പറയൂ, sign in. മിസ് ഞാൻ രണ്ടുപേര് പാട്ട് പാടാം. ആ, okay. വെള്ളാങ്കല്ലിൽ ചിത്രം കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും. എന്തേ പോരാത്തു വാവേ വാവാച്ചി, കുഞ്ഞുക്കൊരു കുത്തി നുള്ളി പറിച്ചിട്ട് പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കാലമാനെ കൊണ്ടത്തരാം. ചെങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. നല്ല പാട്ടായിരുന്നു അല്ലേ? സൂപ്പർ ആയിരുന്നു അല്ലേ? എല്ലാവരും ഉറക്കമൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലേ? അടിപൊളി. Super. Next thoughts. ഞാൻ പറയാം മാം തോട്ട്. Success is not final, failure is not fatal, it is the courage to continue that counts. Thank you ma'am. Okay. ഇന്നിപ്പോ സെമിനാർ എടുക്കാൻ റെഡിയല്ലേ? ഫസ്റ്റ് ma'am. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം. ക്യാമറ ഓൺ ആക്കി. Good afternoon ma'am. Start ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്തോളൂ. Good afternoon ma'am. Good afternoon friends. First of all, thank you for giving this opportunity to take this seminar. Topic: Educational Management. What is educational management? Educational management is the systematic process of planning, organizing, leading and controlling human and material resources within educational institutions to achieve specific learning goals. It involves managing staff, curriculum finances to create effective learning environments, ensuring quality administration to create an effective learning environment. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ആസൂത്രണം, മേൽനോട്ടം, വിഭവങ്ങളുടെ ഏകോപനം, നടപ്പിലാക്കൽ, വിലയിരുത്തൽ എന്നിവ ഉൾക്കൊള്ളുന്ന ഭരണപരമായ പ്രക്രിയയാണ് വിദ്യാഭ്യാസ മാനേജ്മെന്റ്. മാനുഷികവും ഭൗതികവുമായ വിഭവങ്ങൾ ഉപയോഗിച്ച്
വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു. The primary objectives of educational management are to achieve institutional goals, optimize human and material resources, and foster a productive, conducive learning environment. It aims to enhance academic quality, ensure effective planning, coordination and control of educational activities, and promote professional growth for staff. സ്ഥാപനപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുക, മാനുഷികവും ഭൗതികവുമായ വിഭവങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുക, ഉൽപാദനക്ഷമവും അനുകൂലവുമായ പഠന അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നിവയാണ് വിദ്യാഭ്യാസ മാനേജ്മെന്റിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ. അക്കാദമിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഫലപ്രദമായ ആസൂത്രണം, ഏകോപനം, നിയന്ത്രണം എന്നിവ ഉറപ്പാക്കുക, ജീവനക്കാരുടെ പ്രൊഫഷണൽ വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഇതിന്റെ ലക്ഷ്യങ്ങളാണ്. നെക്സ്റ്റ്, nature and scope of educational management. Educational management is an applied branch of management like other branch of management. Unlike other branch of management, educational management operates in educational organizations. So, educational management is that branch of management which applies the theories and principles of management in the field of education. To organize an educational organization, 3 resources are very much essential. That is, physical resources, human resources, and curriculum and co-curriculum activities. വിദ്യാഭ്യാസ മാനേജ്മെന്റ് എന്നത് മാനേജ്മെന്റിന്റെ മറ്റ് ശാഖകളായ വാണിജ്യ മാനേജ്മെന്റ്, വ്യാവസായിക മാനേജ്മെന്റ്, സാമ്പത്തിക മാനേജ്മെന്റ് എന്നിവയെ പോലെ തന്നെ പ്രായോഗികമായ ഒരു ശാഖയാണ്. മറ്റ് മാനേജ്മെന്റ് ശാഖകളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാഭ്യാസ മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ മാനേജ്മെന്റിന്റെ സിദ്ധാന്തങ്ങളും തത്വങ്ങളും പ്രയോഗിക്കുന്ന മാനേജ്മെന്റ് ശാഖയാണ് വിദ്യാഭ്യാസ മാനേജ്മെന്റ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സംഘടിപ്പിക്കുന്നതിൽ 3 വിഭവങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഫസ്റ്റ്, ഭൗതിക വിഭവങ്ങൾ, അതായത് ഭൂമി അല്ലെങ്കിൽ സ്ഥലം, സ്കൂൾ കെട്ടിടം, ഉപകരണങ്ങൾ മുതലായവ. സെക്കൻഡ്, മനുഷ്യ വിഭവശേഷി, അതായത് അധ്യാപകർ, വിദ്യാർത്ഥികൾ, അനധ്യാപകർ, ജീവനക്കാർ തുടങ്ങിയവർ. തേർഡ്, പാഠ്യപദ്ധതിയും സഹപാഠ്യ പ്രവർത്തനങ്ങളും. വിദ്യാഭ്യാസ മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഈ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്നാൽ വിദ്യാഭ്യാസ മാനേജ്മെന്റിന്റെ വ്യാപ്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ റിസോഴ്സ് മാനേജ്മെന്റ്, കരിക്കുലം ഡെവലപ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ്, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, സൂപ്പർവിഷൻ ആൻഡ് ഇവാലുവേഷൻ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. The scope extends beyond the classroom to the entire ecosystem of educational institutions, ensuring that all efforts are aligned toward the effective functioning of the system. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിലെ ധനകാര്യം, മനുഷ്യ മൂലധനം, വസ്തുക്കൾ തുടങ്ങിയ വിഭവങ്ങളുടെ ഫലപ്രദമായ മാനേജ്മെന്റ് വിദ്യാഭ്യാസ മാനേജ്മെന്റിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ബജറ്റിംഗ്, സ്റ്റാഫിംഗ്, വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പ്രയോജനകരമാകുന്ന തരത്തിൽ വിഭവങ്ങൾ നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക തുടങ്ങിയ ജോലികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സവിശേഷതകൾ മെച്ചപ്പെടുത്തുന്നതിൽ ഊന്നിപ്പറയുന്നതിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സുഗമമായി പ്രവർത്തിക്കാനും പഠനത്തെയും വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയും. Next is, what is educational management primarily focus on? The overall purpose of educational management is to effectively and efficiently create and maintain environments within educational institutions that promote, support, and sustain effective teaching and learning. It emphasizes strategic decision making, policy development, stakeholder engagement, and accountability to improve student outcomes. Key areas of focus include strategic planning. Strategic planning is setting long-term goals and direction for institutions. Second, resource management, that is efficiently utilizing financial, human, and material resources. Third, quality assurance, that is implementing strategies for continuous improvement and student achievement. Next, administrative efficiency, that is handling daily operations, policy implementation, and organizational structure. Next, leadership development, that is providing vision, fostering collaboration, and managing staff. Last point, environmental optimization, that is creating safe, inclusive, and supportive learning environment.
വിദ്യാഭ്യാസ മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഫലപ്രദമായ അധ്യാപനത്തെയും പഠനത്തെയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ്. പുതിയ വെല്ലുവിളികളും പ്രതീക്ഷകളും കാരണം ആധുനിക വിദ്യാഭ്യാസത്തിന് ഫലപ്രദമായ മാനേജ്മെന്റ് ആവശ്യമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടാനും സാങ്കേതിക വിദ്യ ഉചിതമായി ഉപയോഗിക്കാനും മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷത്തിൽ ഗുണനിലവാരം നിലനിർത്താനും വിദ്യാഭ്യാസ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ സഹായിക്കുന്നു. ശരിയായ മാനേജ്മെന്റ് സമീപനം സംഘടിത പഠന അന്തരീക്ഷം സൃഷ്ടിക്കുകയും നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. Thus, I conclude my seminar that educational management relies on a number of interconnected functions that help institutions run efficiently and achieve their goals. These core functions form the foundation of any successful educational institution and work together to build an ideal learning environment. Thank you, ma'am. Thank you all. ഓക്കെ റസിയ, ഇതിലൊന്നും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റോ? അത് ശ്രദ്ധിച്ചിരിക്കേണ്ടതൊന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ചോദ്യങ്ങള് ഈ സെമിനാർ പറയാൻ മറന്നു പോയിരുന്നു. റസിയ ഒന്ന് എന്താണ് മാം? ക്ലിയർ ആയില്ല. ഓക്കെ, ഞാൻ പറയാം. കേൾക്കാക്കോ? ഞാൻ എന്റെ കേൾക്കുന്നു. എനിക്ക് ഓക്കെ ഓക്കെ. മാം എന്താണ് പറഞ്ഞത്? കേട്ടില്ലേ? ഇപ്പോ സെമിനാർ എടുത്ത ഭാഗത്തുനിന്ന് അവരോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഗോൾസ് എന്തൊക്കെയാണ്? ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. എന്തെങ്കിലും ചോദിക്കാം. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് മീനിങ് എന്താണ് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? മനസ്സിലാവുക ചെയ്ത് പറയാനുള്ള എക്കോ കേൾക്കുന്നുണ്ട്. ഈ സെമിനാർ എടുക്കുന്നവർ ശ്രദ്ധിക്കാട്ടോ. സെമിനാർ എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും നോട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പില്ലേ നിങ്ങളുടെ, അത് അങ്ങനെ ഫോർവേഡ് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ സെമിനാർ എടുത്തു കഴിഞ്ഞിട്ട് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവർ ക്ലിയർ ആയിട്ട് കേട്ടോ ഇല്ലയോ, കറക്റ്റ് ആയിട്ട് അവരൊന്ന് കേട്ടോ അല്ലെങ്കിൽ അല്ലെ, അപ്പൊ നമുക്ക് മനസ്സിലാവും അവർ കറക്റ്റ് ആയിട്ട് കേട്ടിരുന്ന ആൻസർ ഒക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സെമിനാർ എടുത്ത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് സെമിനാർ എടുത്ത് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ചോദിക്കുക. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. എഡ്യൂക്കേഷൻ process of planning, organizing, directing and controlling the activities of an institution by utilizing human and material resources. കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is educational management primarily focus on? What is educational management primarily focus? Teaching, research, കറക്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വനജ ടീച്ചർ റെഡിയാണോ സെമിനാർ എടുക്കാനായിട്ട്? മാം എന്റെ വൈവ കഴിഞ്ഞപ്പോ അപർണ മാം ആയിരുന്നു. അപ്പം സെമിനാറിന്റെ
കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാമിന്റെ ക്ലാസ്സിൽ സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ മാമിന്റെ അടുത്ത് ചോദിക്കാൻ മാർക്കിന്റെ കാര്യമെന്നാണ് പറഞ്ഞത്. വനിത ടീച്ചർ മിസ്സേ റെഡി അല്ലേ? ഓക്കെ, റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Good afternoon, ma'am, and my friends. Today I am conducting a small seminar about educational management and functions of educational management. First of all, I am very thankful to my Miss Milrose, ma'am. Once again, I welcome all of you to listen my seminar. Educational management aims at educational management aim ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. Achieving an institution's objectives, increasing the process of planning, organizing and construction within the institution, creating, enhancing and maintaining positive public image of the institution. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ആസൂത്രണങ്ങൾ കൂടി വരണം. ഓർഗനൈസിങ് ആൻഡ് കൺസ്ട്രക്ഷൻ വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റിംഗ്, നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് അത് കൺസ്ട്രക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും പറ്റണം. എൻഹാൻസിങ് ആൻഡ് മെയിൻറ്റൈനിങ് എ പോസിറ്റീവ് പബ്ലിക് ഇമേജ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. എൻഹാൻസ് ചെയ്യുക പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, പോസിറ്റീവ് ഇമേജ്, പോസിറ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഇമേജസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പുറത്തു വരുന്ന തരത്തിൽ നമ്മൾ അത് ചെയ്യണം. എക്സലന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്. അതായത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് കൃത്യമായി തന്നെ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. ഹ്യൂമൻ റിസോഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ പവറാണ്, നമ്മുടെ ആളുകളുടെ പവറിനെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്, അവരുടെ എല്ലാവരുടെയും പവർ നമ്മൾ അതിൽ ഉപയോഗപ്പെടുത്തണം. ബിക്കമിങ് ദി എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതിലൂടെ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോലിയിൽ ഉണ്ടാകുന്ന നമ്മുടെ സംതൃപ്തി നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും. Creating and maintaining a genial and cohesive atmosphere, managing interpersonal conflicts. സ്നേഹപൂർവമായ ഒത്തൊരുമയുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ, എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. സ്ട്രെസ് ഡെവലപ്പിംഗ് ഇൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് സ്ട്രെസ് ഉണ്ടാക്കുന്ന അതിന്റെ ഉള്ളിൽ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒഴിവാക്കി നമ്മൾ എത്ര നന്നായിട്ട് നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെയൊക്കെ ചെയ്യാം. ബിൽഡിംഗ് എ റിലേഷൻഷിപ്പ് വിത്ത് ദി കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. ഇത്രയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്നതിൽ ഇതിൽ കൊടുത്തി. ബാക്കി നമ്മൾ മുന്നേ പഠിച്ചതാണ്. The functions of educational management are largely based on Henry Fayol's 14 principles of management. അതായത് ഫങ്ഷൻസ്, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ തത്വങ്ങൾ എന്നത് പ്രധാനമായിട്ട് ഹെൻറി ഫയോൾഡ്, അത് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്, പണ്ട് തൊട്ട് അറിയപ്പെടുന്നത്. ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ്, അയാളുടെ 14 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. അത് ഒന്നൊന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയേണ്ടത് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് നമുക്ക് ഉണ്ടാകുന്ന വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക് ജോബ്സ്, എ ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് ഹു കോമ്പിറ്റന്റ് ടു റിക്വയർഡ് ടു പെർഫോം ഈച്ച് ജോബ്. അതായത് നമുക്ക് ഉണ്ടാകുന്ന വർക്കുകളെ നമ്മൾ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആളുകൾക്കാക്കി കൊടുക്കുക. അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന ഒരുപാട് വർക്കുകൾ ഉള്ളതിനെ നമുക്ക് ഉള്ള വർക്ക് നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Thus, division of work leads to specialization. Specialization is the most efficiency way to human effort. അപ്പൊ നമുക്ക് ആ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വർക്കിലും നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. ആ നമുക്ക് കിട്ടിയ വർക്കിനെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിപ്പോ ഒരു സ്കൂളിൽ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഓരോ പാർട്ട് ഓരോരുത്തർക്ക്, അപ്പൊ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റിൽ. അതായത് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. അതിൽ ഫസ്റ്റ് ഇപ്പൊ എന്താ പറയാ ഡെക്കറേഷൻ കമ്മിറ്റി, അങ്ങനെ പറഞ്ഞ് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഉള്ള വർക്കുകൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാകും. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ ജോലി വിഭജനം. ജോലികൾ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ വ്യക്തിക്കും അവരുടെ കഴിവനുസരിച്ച് നൽകുന്നതാണ്. അതിലൂടെ നമുക്ക് എന്തുണ്ടാവും, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. The result is efficient and effective output. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് ഉൽപാദനം കാരണം നമുക്ക് ഒരുപാട് വർക്കുകൾ വരുന്നേക്കാളും ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള വർക്ക് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഡിവിഷൻ ഓഫ് വർക്ക്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് വൺ ഈസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത്
അധികാരവും ഉത്തരവാദിത്വവും. അതിൽ നമുക്ക് അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ടു ഒബ്റ്റെയിൻ ഒബീഡിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമുക്ക് ആ അധികാരങ്ങൾ നൽകാനുള്ള നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് ആവശ്യമായ അധികാരങ്ങൾ ആ മാനേജർക്ക് ഉണ്ട്. അത് അയാൾ കൃത്യമായിട്ട് അത് എന്താണെന്ന് പറഞ്ഞ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. ആ ഉത്തരവാദിത്തം നിറവേറ്റിയെടുക്കണം. അറ്റ് ദ സെയിം ടൈം എ മാനേജർ should have the necessary authority to carry out their responsibilities. റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള അധികാരം ആ മാനേജർക്ക് എല്ലാത്തിനും ഒരു സബോർഡിനേറ്റ്, ഒരു മാനേജർ എന്നുള്ളതാണ് നമ്മൾ ഈ മാനേജ്മെന്റിൽ വരുന്നത്. അപ്പൊ മാനേജർക്ക് അത് ചെയ്യാൻ, അയാൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യേണ്ടത് അതിനുള്ള അധികാരമുണ്ട്. അത് ചെയ്തു തീർക്കേണ്ടത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് പോയിന്റ്. തേർഡ് വൺ ഈസ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അച്ചടക്കം. എല്ലാവരുടെയും, സ്കൂളല്ല വീടല്ല, നമുക്ക് എല്ലാവരുടെയും വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ചടക്കം എന്നുള്ളത്. ഡിസിപ്ലിൻ ഈസ് ദി ഒബീഡിയൻസ് ടു ഓർഗനൈസേഷണൽ റൂൾസ് ആൻഡ് എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ് വിച്ച് ആർ ദി നെസസറി ഫോർ ദി വർക്കിംഗ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള വർക്കിംഗ് ഉണ്ടാവുമ്പോൾ അതിൽ വേണ്ട ഒരു പ്രധാന കാര്യമാണ് ഡിസിപ്ലിൻ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്ന വർക്കുകളിലായാലും എന്താണെങ്കിലും ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു ഫയർ, ഡിസിപ്ലിൻ റിക്വയർസ് ഗുഡ് സുപ്പീരിയർ അറ്റ് ഓൾ ലെവൽ, ക്ലിയർ ആൻഡ് ഫെയർ അഗ്രിമെന്റ് ആൻഡ് ജുഡീഷ്യസ് ആപ്ലിക്കേഷൻ ഓഫ് ദി പെനാൽറ്റീസ്. അതായത് അതിലുണ്ടാകുന്ന ഡിസിപ്ലിൻ ആകുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടായി തന്നെ നമുക്ക് അതിന് മാറ്റിയെടുക്കാൻ പറ്റും. അതിനെ പറയുന്നത് സ്ഥാപനത്തിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അത് നമ്മൾ അനുസരിക്കുകയും ചെയ്യും, അത് ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫസ്റ്റ് പറഞ്ഞു ഡിവിഷൻ ഓഫ് വർക്ക്, സെക്കൻഡ് വൺ ഈസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, തേർഡ് വൺ ഈസ് ഡിസിപ്ലിൻ, ഫോർത്ത് വൺ ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്, അതായത് ഉത്തരവ് ഏകീകരണം. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ കമാൻഡ്, അതായത് ഉത്തരവ് നൽകുന്നത് ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു ഫയോൾ, there should be one and only one boss for every individual. ഒരു ഇൻഡിവിജ്വലിന് ഒരു ബോസ് എന്നുള്ള തരത്തിൽ, അതായത് ഒരാളിൽ നിന്ന് മാത്രം അയാൾ നിർദ്ദേശങ്ങൾ എല്ലാവരും അനുസരിക്കേണ്ട എന്നല്ല, അയാൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഒരാളിൽ നിന്ന് മാത്രം ചെയ്യാനുള്ള കാര്യം സാധിക്കും. One subordinate should receive orders from one and should be responsible only one person. അതായത് ഒരു സബോർഡിനേറ്റ് ഒരാളിൽ മാത്രം റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുക. അപ്പൊ അയാളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ മാത്രം ചെയ്താൽ അയാൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ജീവനക്കാരന് ഒരു മേലധികാരിയിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സും എല്ലാം ലഭിക്കാവൂ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അതായത് ദിശാബോധവും ഏകീകരണവും. ഓൾ ദ യൂണിറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി മൂവിങ് ടുവാർഡ്സ് ദി സെയിം ഒബ്ജക്റ്റ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ എല്ലാ യൂണിറ്റ്സും അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഒറ്റ ഒബ്ജക്റ്റ് ആണ് ഉണ്ടാവാൻ പറ്റുള്ളൂ. അതിൽ പ്രധാനമായിട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ നല്ല പ്രോഡക്റ്റ് ആണ്. നമ്മൾ സ്കൂളിലാവുമ്പോൾ അവിടുത്തെ നല്ല റിസൾട്ട് ആണ് അതിന്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരൊറ്റ ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് having same objective must have one head and one plan. ഒറ്റ ഹെഡ് ഒറ്റ പ്ലാൻ ഉള്ളത് നമ്മളെല്ലാം ഒരേ ദിശാബോധത്തിൽ, ഒരൊറ്റ ഏകീകരണം അല്ലെങ്കിൽ ഒരു ദിശാബോധത്തിൽ ഉണ്ടായി നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് ഒരേ പദ്ധതിയും ഒരു മേലധികാരിയും ഉണ്ടായിരിക്കണം. അതാണ് അതിന്റെ ചെറിയൊരു മലയാളം വേർഡ് എന്ന് പറയുന്നത്. സിക്സ്ത് വൺ ഈസ് സബോർഡിനേറ്റ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻഡിവിജ്വൽ. അതായത് സബോർഡിനേറ്റ് വ്യക്തിഗത താല്പര്യത്തെ പൊതു താല്പര്യമായിട്ട് കീഴ്പ്പെടുത്തും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ ഏകദേശം വരുന്നതാണ്. അതായത് അതിലുണ്ടാകുന്ന വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുക. ഒരാളുടെയും നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ അവിടെ വെച്ച് നോക്കാൻ പറ്റില്ല. മാക്സിമം നമ്മൾ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങളാണ് കൊടുക്കുന്നത്. The interest of an institution should take a priority over interest of any one individual employee. According to Fayol, every worker has some individual interest for workers in a company. The company has got its own objective. അതായത് നമുക്ക് എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്ക് ഒരൊറ്റ താല്പര്യം മാത്രം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ താല്പര്യത്തിൽ മാറ്റിയിട്ട് അത് പൊതു താല്പര്യമായിട്ട് മാറ്റിയെടുക്കുന്നതാണ് സബോർഡിനേറ്റ് ഇൻഡിവിജ്വൽ ഇൻറ്റു ജനറൽ ഇൻഡിവിജ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വൺ ഈസ് റെമ്യൂണറേഷൻ, വേതനം.
എന്തൊരു ജോലിയാണേലും ചെറുതാണേലും വലുതാണേലും അതിൽ കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലുതാണ്. ചെറിയ ജോലിയാണെങ്കിലും ശരി, ചെറിയ എമൗണ്ട് ആയാലും ശരി. അപ്പൊ ഇതിൽ പിന്നെ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ പറയുമ്പോൾ അയാൾക്ക് ജീവനക്കാർക്ക് അവരുടെ അധ്വാനത്തിന് ന്യായമായ പ്രതിഫലം ഉറപ്പുവരുത്തണം. ചെറുതാണെങ്കിൽ ചെറുത് അവർക്ക് അത് കൃത്യമായി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. The overall pay and compensation should be fair to both employees and the organization. അതായത് ആ എംപ്ലോയീസും ആ ഓർഗനൈസേഷനും നമ്മൾ നൽകുന്ന റെമ്യൂണറേഷൻ ഓക്കെ അല്ലേ അല്ലെങ്കിൽ അയാൾക്ക് കൃത്യമല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് 7ാമത്തെ പോയിന്റ്. നെക്സ്റ്റ് വൺ ഈ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഈസ് കോൾഡ് സെൻട്രലൈസേഷൻ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ആ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഡിസിഷൻ നമ്മൾ അതിന്റെ ഡിസിഷൻ എടുക്കുകയാണ്. അപ്പൊ എടുക്കുമ്പോൾ തന്നെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നു. ആ എടുത്ത ഡിസിഷൻ നമ്മൾ എല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഒരു സ്ഥാപനം മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ എടുത്ത ഡിസിഷൻ എല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കേന്ദ്രീകരിക്കുന്നതിന്റെയും വികേന്ദ്രീകരിക്കുന്നതിന്റെയും കൃത്യമായ സന്തുലിതാവസ്ഥ, അതാണ് ഉദ്ദേശിക്കുന്നത്. According to Fayol, there is a need to balance subordinate involvement through decentralization with management. അതായത് മാനേജ്മെന്റുമായിട്ട് നമ്മൾ കൊടുത്ത നമ്മൾ കൊടുത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് അധികാരവും വികേന്ദ്രീകരണവും. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. 9ാമത്തെയാണ് സ്കാലാർ ചെയിൻ. An organization consists of superiors and subordinates. ഓർഗനൈസേഷനിൽ നമ്മൾ superiors ഉണ്ടാവും, subordinates ഉണ്ടാവും. The formal line of authority from highest to lowest ranks are known as scalar chain. അതായത് അതിനുണ്ടാകുന്ന ആ അതോറിറ്റി, അവരുടെ ആ അധികാരങ്ങള് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനെയാണ് സ്കാലാർ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആയിരിക്കണം. എന്ത് കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനും നമ്മുടെ തൊട്ട് മുകളിലെ ആളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ എന്ത് കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുകളിൽ, ഇപ്പൊ കുട്ടികൾ സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യം അവര് പറയേണ്ടത് അവരുടെ ക്ലാസ് ടീച്ചേഴ്സിനോടാണ്. ടീച്ചേഴ്സിന് പറയാനുള്ള കാര്യങ്ങളാണ് ടീച്ചേഴ്സ് മാനേജറോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ മറ്റുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ്, അതിന്റെ അപ്പുറത്താണ് അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ അങ്ങനെ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഹയസ്റ്റ് ടു ലോവസ്റ്റ് വരെയുള്ള ഈ കാര്യങ്ങളെല്ലാം എത്തിക്കുന്നതിനെയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ കീഴ് ജീവനക്കാർ വരെയുള്ള കൃത്യമായ ആശയ വിനിമയ ശൃംഖല, അതാണ് സ്കാലാർ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ഓർഡർ. ഓർഡർ എന്ന് മാത്രമേ ഉള്ളൂ ക്രമീകരണം, അത് മെറ്റീരിയലും സോഷ്യലും. According to Fayol, people are material must be suitable places at the appropriate time for maximum effectiveness. അതിനെ മനസ്സിലാവാം. എല്ലാ വസ്തുക്കളും കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് ഉണ്ടായിരിക്കുക എന്നതാണ് ഓർഡർ. ഓർഡറിന്റെ കുറച്ച് നമ്മുടെ ടെക്സ്റ്റിൽ ഓർഡർ എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ഓർഡർ. മെറ്റീരിയൽസ് പറഞ്ഞാൽ അതിന് വേണ്ട സാധനങ്ങൾ. ഇപ്പൊ നമ്മള് ഈ കോഴ്സ് ആയ കാരണമാണ് ഞാൻ കൂടുതലും സ്കൂളിനെ കുറിച്ച് പറയാം. അപ്പൊ സ്കൂളിലേക്കാണെങ്കിലും വേണ്ട സാധനങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ക്രമീകരിക്കുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കണം, ക്രമീകരണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 11ാമത്തെയാണ് ഇക്വിറ്റി, നീതി അല്ലെങ്കിൽ തുല്യത. Good sense and experience are needed to censor failures to all employees who should be treated as fairly as possible. അതായത് കൃത്യമായിട്ട് എല്ലാവർക്കും കൃത്യമായ നീതി അല്ലെങ്കിൽ തുല്യത ഉറപ്പുവരുത്തണം. അതിലെന്ന് മെയിലെന്നോ ഫീമെയിലെന്നോ അല്ലെങ്കിൽ മറ്റൊരു ഇത് നമ്മൾ നോക്കാതെ എല്ലാവർക്കും കൃത്യമായ ജീവനക്കാരുടെ നീതിയുക്തമായും ദയയോടും മറ്റു പെരുമാറുക, അവർക്ക് വേണ്ട തുല്യത നീതിയും നൽകുക എന്നുള്ളതാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 12th വൺ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. ജീവനക്കാരുടെ സേവന സ്ഥിരത. ജീവനക്കാർക്ക് ജോലി സ്ഥിരത നൽകുന്നത് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അവർക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി, നമുക്കിപ്പോ എവിടെയാണെങ്കിലും ഒരു കുറച്ച് ദിവസം ജോലി കിട്ടി പിന്നെ അടുത്ത ദിവസം മറ്റൊരിടത്താകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഏത് ജോലിയും നമുക്ക് അങ്ങോട്ട് ഇതാവാൻ പറ്റില്ല. അപ്പൊ സ്ഥിരമായിട്ട് സ്ഥിരപ്പെടുത്തുമ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ട് തിളങ്ങാനായിട്ട് സാധിക്കും. അതാണ്
Employee turnover should be minimized to maintain organized efficiency. Personnel should be selected and appropriate after a due and അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എഴുതിയതിൽ എന്തോ മിസ്റ്റേക്ക് എന്ന് തോന്നുന്നു. അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സൺ, ജീവനക്കാരുടെ സേവന സ്ഥിരത എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. 13ാമത്തെയാണ് ഇനീഷ്യേറ്റീവ്, അതായത് മുൻകൈ എടുക്കൽ. നമ്മള് വർക്കേഴ്സ് ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദയർ പ്ലാൻ ടു ഇംപ്രൂവ്മെന്റ്. അതായത് അതിന്റെ പ്ലാൻ എന്താണോ അതിൽ നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് നമുക്ക് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. എ ഗുഡ് കമ്പനി ഷുഡ് ഹാവ് an employee suggestion system, whereas initiative that result in substituted have reduced to should be റിവാർഡഡ്. അതായത് ഏറ്റവും നല്ല പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അവര് സാധാരണ ജീവനക്കാരാണ് പറഞ്ഞിട്ട് ഒരിക്കലും അവര് പറയുന്ന ആശയങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിൽ ആര് പറയുന്നതാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ജീവനക്കാരിലും അവരുടെ ആശയങ്ങളും അവരുടെ തീരുമാനങ്ങളും നടപ്പിലാക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ മുൻകൈ എടുക്കാനും സാധിക്കണം. അതാണ് ഇനീഷ്യേറ്റീവ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് എസ്പിരിറ്റ് ഡി കോപ്സ്, ഐക്യം. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ് ആൻഡ് ഹാർമണി എമംഗ് എംപ്ലോയീസ്. മാനേജ്മെന്റ് ഒരു ടീം വർക്കായിട്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് വേണം അത് ചെയ്യണത്. എ മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് ബി ഓൾ ഹിസ് കോൺസെൻട്രേഷൻ വിത്ത് വർക്ക്സ് ടു ടീം സ്പിരിറ്റ്. അതായത് ഞാൻ എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്നുള്ളതിലേക്ക് മാറുക എന്നുള്ളതാണ് ഈ ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വിൽ ഓൾസോ മിനിമൈസ് ടു നീഡ് ഫോർ എനി പെനാൽറ്റി. അതായത് ചെറിയ പ്രശ്നങ്ങളും മറ്റൊന്നും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് പറയുന്നത്. Conclusion. The management principles suggested by him are universally accepted by modern authorities on management and treated invalid even to this day. അദ്ദേഹം നിർദ്ദേശിച്ച ഈ മാനേജ്മെന്റ് തത്വങ്ങൾ ആധുനിക അധികാരികൾ സാർവത്രികമായി അംഗീകരിക്കുന്നു. ഇന്നും സാധുവായി തന്നെ അത് പരിഗണിക്കപ്പെടുന്നുണ്ട്. This is because English principles are practical in nature and also result oriented. These basic principles are useful for effective management of business activity. അതായത് ഈ കാരണങ്ങൾ കൊണ്ട് ഈ തത്വങ്ങൾ പ്രായോഗിക സ്വഭാവമുള്ളതും ഫലപ്രദവുമാണ്. ഈ തത്വങ്ങൾ ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഫലപ്രദമായ നടത്തിപ്പിന് ഉപയോഗപ്രദമാണ്. Here I am concluding my seminar. Thank you all for your cooperation. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. താങ്ക് യു മാം. ഡൗട്ട് ഉണ്ടോ? ടീച്ചറാണോ വനജ? ഒരു ഹാഫ് ടീച്ചറാണ്. ഡൗട്ടില്ല, നന്നായി മനസ്സിലായി. നന്നായിട്ട് മനസ്സിലായില്ലേ? ഒരു മിസ് എടുക്കുന്ന ഒരു ഇതുപോലെ തന്നെയാണല്ലോ എല്ലാവരുടെ വനജ ടീച്ചർ എടുത്തത്. നന്നായിട്ട് നല്ലൊരു പ്രൊഫഷണൽസ് ആണ് അല്ലെ, നല്ല രീതിയിൽ നല്ല എടുത്തു അല്ലെ. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പറയുകയും അതുപോലെ തന്നെ സ്പീഡ് ഉണ്ടായിരുന്നു തോന്നുന്നു. തോന്നി സ്പീഡ് ഉണ്ടായിരുന്നു തോന്നി. ബാക്കി പക്ഷെ സ്പീഡ് ഉണ്ടെങ്കിലും പറയുന്നത് അപ്ഡേറ്റ് ആയിട്ട് ക്ലിയർ ആയില്ല എല്ലാവരും. നന്നായിരുന്നു കേട്ടോ, നല്ല സെമിനാർ ആയിരുന്നു. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. അല്ലെ, വനജ ടീച്ചറെ ചോദിച്ചോളൂ, ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ കേട്ടോ. നമ്മളപ്പോ ഈ തത്വങ്ങളൊക്കെ പറഞ്ഞു. ആ തത്വങ്ങളുടെ പേരിൽ കൂടെ ഒരാളുടെ പേരും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പേര് മനസ്സിലായോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ ആ പേരെന്താണ്? ഹെൻറി ഫയോൾസ്. ഈ പ്രിൻസിപ്പിൾസ് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾ എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ നമ്മള് ഒരു ശൃംഖലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് ശൃംഖല? സ്കാലർ ചെയിൻ ആണോ? യെസ്, അതെ, സ്കാലർ ചെയിൻ ആണ്. അതിന്റെ ലെവൽ എങ്ങനെയാണ്? എവിടം മുതൽ എവിടം വരെയാണ് എന്നുള്ളത്? ടോപ്പ് മുതൽ ലോ വരെ. ഇന്നത്തെ ഉദ്യോഗസ്ഥ ജീവനക്കാർ വരെ. ശരിയാണ്. ഇനി എനിക്കൊന്നും ചോദിക്കാൻ കിട്ടുന്നില്ല. കുഴപ്പമില്ല.
നന്നായിരുന്നു. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ആരാണ് ഈ 40 പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്? അതുപോലെ തന്നെ തിരിച്ചു ചോദിക്കാറുണ്ട്, എന്താണ് ഹെൻറി ഫയോള് എത്ര പ്രിൻസിപ്പിൾ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പൊ 14 എന്നുള്ളത് എഴുതണം, അത് ഓർത്ത് വെക്കാം. ഏതൊക്കെയാണെന്നുള്ളത് 14 എണ്ണമുണ്ട്, അത് ഓർത്ത് വെക്കണം. 14 എന്നുള്ളത് ഓർത്ത് വെക്കാം, ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. അത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്, പ്ലാനിങ് ഓർഗനൈസിംഗ് 5 ഫങ്ഷൻസ്, അതും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി മിനു റെഡി ആണോ ഇന്നെടുക്കാനായിട്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ദിവസം 2 ആളുകളോടാണ് ഞാൻ പറഞ്ഞിരുന്നത്. മിനു റെഡി ആണോ? മിനു ജോയിൻ ആയിട്ടുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? മിനു ഇല്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലെ ബാക്കി പോർഷൻസ് എടുക്കാം കേട്ടോ. ഓക്കെ, മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ആൻസർ നിങ്ങൾ പറയാം. എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഈ മോണ്ടിസോറി കോഴ്സ് തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ്? ഓരോരുത്തരായിട്ട് പറയാം. ഒരു ആക്ടിവിറ്റി പോലെ തരുന്നതാണ്. പാഷനാണ്. ലിനി, ക്യാമറ ഒന്ന് ഓണാക്കാൻ പറ്റുമോ? മാം വീട്ടിലിരിക്കുന്ന പോലെയാണുള്ളത്. കുഴപ്പമില്ല, അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, നിർബന്ധിക്കുന്നില്ല. ഓക്കെ, പറഞ്ഞോളൂ, റീസൺ പറഞ്ഞോളൂ. പാഷനാണ്. ചെറുപ്പം മുതലേ ടീച്ചർ ആവാനുള്ള ഒരു ആഗ്രഹം. പിന്നെ ആ ട്രാക്കിൽ തന്നെയായിരുന്നു ജേർണി. അതൊക്കെ തന്നെ. ഓക്കെ, ആരെങ്കിലും പറയും, നമുക്ക് ടൈം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനൊരു ആക്ടിവിറ്റി പോലെ ഞാൻ തന്നത്. മിസ്സേ, ടീച്ചർ ആവാൻ തന്നെയായിരുന്നു പണ്ട് തുടങ്ങിയ ആഗ്രഹം. അപ്പോൾ TTC കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ മോണ്ടിസോറിയുടെ എടുത്തിരിക്കുന്നത്. മോണ്ടിസോറിയുടെ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടു വന്നിട്ടുള്ള പരമ്പരാഗത ടീച്ചിങ് മെത്തേഡിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണല്ലോ. മെറ്റീരിയൽസ് വെച്ചിട്ടാണല്ലോ പഠിപ്പിക്കുന്നത്. ഒരു ടീച്ചർ ഇങ്ങനെ നിന്ന് പഠിപ്പിക്കുന്നതിലും ഇതായിട്ട് കുട്ടികൾക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മോണ്ടിസോറിയുടെ ഇത് എടുത്തത്. ഒരു ടീച്ചർ ആവുന്നുള്ളത് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഏജ്ഡ് ആണ്. അപ്പം എനിക്കതൊരു കുറച്ചും കൂടി നല്ല മെത്തേഡൊക്കെ ഇഷ്ടമായി അതിൻ്റെ. അതുകൂടാതെ എനിക്കൊരു ഡേ കെയർ പുറത്തേക്ക് പോയിട്ട് ചെയ്യണം എന്നുണ്ട്. ഹസ്ബൻഡ് പുറത്താണ്, അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തോടെയാണ് ഇതെടുത്തത്. സപ്പോർട്ടല്ലേ? ആ, എല്ലാവരും പറയും പോലെ എല്ലാവർക്കും ഈ ഒരു ടീച്ചിങ് മേഖല തന്നെയാണ് എനിക്കും തൊട്ടേ ഇഷ്ടം തന്നെയാണ്. ഞാൻ PG കഴിഞ്ഞതാണ്. എന്നിട്ട് പക്ഷെ സ്കൂളില് വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ ഒരു 2-3 വർഷം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഹോം ട്യൂഷൻ ഒക്കെ എടുത്ത് കുറച്ച് പരിചയമുള്ളതിന്റെ അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ടീച്ചർ അവിടെ നമ്മുടെ HM നമ്മുടെ വീട്ടിന്റെ അടുത്തായപ്പോ ഓരോ ടീച്ചേഴ്സ് ലീവ് എടുക്കുമല്ലോ, അതിന്റെ ഇയർ എൻഡ് ആകുമ്പോൾ അതുപോലെ റിട്ടയർമെന്റ് ആകുമ്പോൾ അവർക്ക് ഒരുപാട് ലീവുകൾ ഉണ്ടാവും, പോർഷൻസ് കഴിയും വേണം. അങ്ങനെ ഒരു 3 ടീച്ചർമാരെ ഒരു 3 വർഷം സ്ഥിരമായിട്ട് ഞാൻ അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അവിടുത്തെ HM പറഞ്ഞു, ഞാൻ എന്താ പറയുക, സർട്ടിഫൈഡ് ആയിട്ടൊന്നും എന്റെ കയ്യിലില്ല, ഈ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമില്ല. അപ്പൊ അന്നേ HM പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനസ്സിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനിവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ നമ്മളിപ്പോ ഇതല്ലേ PG കഴിഞ്ഞ, അത് കൊമേഴ്സ് ആണ് കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ മാനേജ്മെന്റ് എടുക്കാനുള്ള ഒരു ഇത്തിരി എനിക്ക് MCOM ആയതിന്റെ ആണ് തോന്നുന്നു. അപ്പൊ കൊമേഴ്സ് ആണ് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് പിന്നെ ആ ഒരു നമ്മുടെ അവസ്ഥ വെച്ചിട്ട് അപ്പൊ BEd എടുക്കാനും ഒന്നും ആയില്ല. പിന്നെ അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ നമുക്ക് ചെറുതെങ്കിൽ ചെറുത് ഇവിടെ ഓട്ടിസം സെന്ററിൽ നമുക്കൊരു വർക്ക് ശരിയായി. അപ്പൊ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഈ ഒരു കിട്ടുന്ന വരുമാനം നിർത്തി വെച്ചിട്ട് ഒരു ക്ലാസ്സിന് പോവാന്നുള്ളത് ഇപ്പൊ ഒട്ടും ആവുന്നില്ല.
ചെറിയൊരു 40+ ഏജ് ഒക്കെ ആയിട്ടുണ്ട്, ചെറിയ ഒന്നല്ല. അപ്പൊ നമുക്കിപ്പോ കിട്ടുന്ന വരുമാനത്തിനെ നിർത്തിയിട്ട് പഠിക്കാൻ പോവുക എന്നുള്ളത് ഒരു ഇത്. അപ്പോഴാണ് നമുക്ക് ഈ മോണ്ടിസോറി കോഴ്സിന്റെ ഇത് കാണും കൂടി ചെയ്തത്. അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നോക്കുമ്പോ അതാണല്ലോ, നമുക്ക് ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യും, അല്ലാത്ത നമുക്ക് റെക്കോർഡ് ക്ലാസ് കാണാനുള്ളത്. പിന്നെ മറ്റൊന്ന് ഫീസ് നമ്മൾ ഗഡുക്കളായിട്ട് അടയ്ക്കുക എന്നുള്ളത് ഇതിലൊന്ന് എനിക്ക് പ്രധാനപ്പെട്ട തോന്നിയതാണ്. വേറെ ഞാൻ പല കോഴ്സുകളാക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഫീസ് അടയ്ക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഓൺലൈൻ ആയിട്ടാകുമ്പോൾ എല്ലാവർക്കും നമുക്കൊരു ഇതുണ്ട്, ഉറപ്പൊന്നും എന്താ ഇവർ ആദ്യം തന്നെ രസിച്ചു. ചിലപ്പോൾ നമുക്ക് പിന്നെ അവരെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റുമോ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ഇവിടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഫീസ് ഇങ്ങനെ ഗഡുക്കളായിട്ട് അയക്കും. ലാസ്റ്റ് വരെ നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കണ്ടപ്പോ അങ്ങനെ എടുക്കാന്ന് തോന്നി. അപ്പൊ അത് കിട്ടിയ വീടിന്റെ അടുത്താണെങ്കിലും വല്ല ഡേ കെയർ പോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ അതിലൂടെ അങ്ങനെ പോവാം. അതിനുള്ളതൊക്കെ ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ആളെ എന്തെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ചെയ്തൊക്കെ തരും. അപ്പൊ കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. അതാണ് ഇത് എടുക്കാനുള്ള ഒരു വലിയൊരു താല്പര്യം. ഇപ്പൊ ഹോം ട്യൂഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ പ്രീമെട്രി ഹോസ്റ്റലിൽ പോയിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഹോസ്റ്റൽ എവിടെയാണ്? അപ്പൊ വീടിന്റെ അടുത്ത് തന്നെയാണോ? വീടിന്റെ അടുത്ത്, അതായത് പ്രീമെട്രി ഹോസ്റ്റലാണ്. കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഹോസ്റ്റലാണ്. അപ്പൊ അവിടെ പോയി, അവിടെയും ഒരു 6 വർഷത്തോളമായി അവിടെ സ്ഥിരമായിട്ട് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഹോം ട്യൂഷൻ ഇപ്പൊ എടുക്കുന്നുണ്ട്. അത് കുറേ വർഷങ്ങളായി. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് ട്യൂഷൻ എടുത്തിട്ടില്ല. അപ്പൊ അതായിരിക്കും ഈ ക്ലാസ് എടുക്കാനുള്ള ഒരു ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അതെ. ഏതൊക്കെ ക്ലാസ്സിൽ എടുക്കണം അപ്പൊ ഹോം ട്യൂഷൻ? ഹോം ട്യൂഷൻ ഞാൻ എല്ലാ ക്ലാസ്സും എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം LKG UKG ചെറിയ കുട്ടികളെ അല്ലേ ഇവർക്ക് ഒഴിവാക്കി. പക്ഷെ ഇപ്പൊ ഞാൻ ഈ മോണ്ടിസോറി വന്നപ്പോ ആ കുട്ടികളൊക്കെ എടുക്കും. നമുക്ക് എന്താ പറയുക, മറ്റു വലിയ കുട്ടികളുടെ ഇടയിൽ ഇവരെന്ന് പറഞ്ഞിട്ട് ചെറിയ LKG ഒക്കെ, പക്ഷെ ഇപ്പൊ എടുക്കണതിൽ LKG UKG ഉണ്ട്, 2ാം ക്ലാസ് ഉണ്ട്, ബാക്കി അങ്ങോട്ട് മുകളിലേക്ക് എല്ലാ ക്ലാസ്സും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ LKG കുട്ടികളെ കുറച്ചും കൂടി പ്രയോറിറ്റി അവർക്ക് കൊടുത്തു. കാരണം നമ്മൾ ഇതിൽ ചെയ്യുന്നതൊക്കെ നമുക്ക് അവരിലാണല്ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് കാരണം ഇപ്പൊ എല്ലാ ക്ലാസ്സും ട്യൂഷൻ എടുക്കും. കുഴപ്പമില്ല. അതാണ്. ഹോസ്റ്റലിൽ എങ്ങനെയാണ് അപ്പൊ? ഹോസ്റ്റലിലെ കുട്ടികള് ഹോസ്റ്റലില് നമുക്ക് എന്താ മിസ്സേ? ഏതിലൊക്കെ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലൊക്കെയാണ് അവര് പഠിക്കുന്നത്? എങ്ങനെയാണ് അവിടെ ഹോസ്റ്റലിൽ 5 തൊട്ട് 10 വരെയുള്ള കുട്ടികളാണ്. അപ്പൊ അതിൽ ഓരോ ക്ലാസ്സിനും ഓരോ ടീച്ചേഴ്സാണ്. അപ്പൊ ഹൈസ്കൂളിന് ഓരോ വിഷയത്തിനും ഓരോ ടീച്ചർ. അപ്പൊ ഞാൻ ആദ്യം ഒരു 3 വർഷം പോയത് ഹൈസ്കൂളിന് ഇംഗ്ലീഷാണ് എടുത്തുകൊണ്ടിരുന്നത്. ഹൈസ്കൂളിന് ഒരു ടീച്ചർ ഒരു വിഷയമാണ് എടുക്കുന്നത്. പിന്നെ ഒരു വർഷത്തോളം 5 വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ വേറെ ആള് വന്നു. പിന്നത്തെ വർഷം കൊടുക്കുമ്പോൾ എനിക്ക് ഹൈസ്കൂളിന്റെ കിട്ടിയില്ല. ഇപ്പൊ ഞാൻ UP 6th എടുക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ വിഷയവും എടുത്തു കൊടുക്കണം. UP 5th 7th ഓരോ ടീച്ചേഴ്സ് എല്ലാ വിഷയവും എടുത്തു കൊടുക്കണം. ബാക്കി ഓരോ വിഷയത്തിനും ഓരോ ടീച്ചേഴ്സ് എന്നുള്ള തരത്തിലാണ്. അത് ബ്ലോക്ക് വഴി നമുക്ക് പഞ്ചായത്ത് ബ്ലോക്ക് അങ്ങനെയാണോ? അതെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഇത് വരുന്നത്, ഈ ഹോസ്റ്റൽ. അവേഴ്സിനാണോ പേയ്മെന്റ്? എങ്ങനെയാണത്? അവർന്നാണോ പേയ്മെന്റ് കിട്ടുന്നത്? എന്താ മിസ്സേ മനസ്സിലായില്ല? 1 അവർ വെച്ചിട്ടാണോ പേയ്മെന്റ് കിട്ടുന്നത്? എങ്ങനെയാണ്? അതെ, നമുക്ക് ഒരു മിനിമം പറയുന്നത് ഒരു മന്തില് 20 hours 20 ക്ലാസ് എങ്കിലും എടുത്തിരിക്കണം. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ വർക്ക് ചെയ്യുന്ന, അപ്പൊ ഇവിടുന്ന് ഞാൻ 4 മണിക്ക് പോയാൽ 4:30 to 5:30 അവർക്ക് ക്ലാസ്. പിന്നെ നമ്മുടെ സമയം പോലെ നമുക്ക് പോർഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ കൂടുതലായിട്ടും മിനിമം 20 ക്ലാസ് എങ്കിലും എടുത്തിട്ടുണ്ടാവണം. അങ്ങനെയാണ് പറയുന്നത്. നമുക്കുള്ള റെമ്യൂണറേഷൻ ഒക്കെ നമുക്ക് ട്രഷറി വഴി ഇവിടുന്ന് ബ്ലോക്കിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. കുട്ടികളെ നമ്മൾ കുട്ടികൾക്കുള്ള എല്ലാ ചെലവും അവിടെ ബ്ലോക്കിൽ നിന്ന് തന്നെ എടുത്തിട്ട് അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അടുത്തുള്ള സ്കൂളിൽ പോയിട്ട് വൈകുന്നേരങ്ങളിൽ ബ്ലോക്കിന്റെ കീഴിൽ ഇവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലുണ്ട്. ഞാൻ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, അവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പാലക്കാട് ജില്ലയിൽ കുറെ സ്ഥലങ്ങളിലുണ്ട്. എനിക്ക് ബാക്കി മറ്റുള്ള ജില്ലകളിൽ എന്താ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ട്. ബോയ്സ് ഹോം പോലെയാണോ ചേച്ചി? ബോയ്സ് ഹോം പോലെ ദൂരെയുള്ള പിള്ളേരൊക്കെ വന്ന് പഠിക്കണം, അങ്ങനെയാണോ? അടുത്തുള്ളവരും ഒക്കെ ഉണ്ട്. അവരിന്റെ കുറച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് നമ്മൾ അതിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കണം എന്നുണ്ട്, അവർക്ക് പഠിക്കാനുള്ള മാതാപിതാക്കൾക്ക് പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി, അവർക്ക് 2ഉം 3ഉം കുട്ടികളൊക്കെ ആകുമ്പോ അപ്പൊ അതിൽ നോക്കിയിട്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആക്കുന്നത്. ഒരു ദിവസം പോവൊന്നുമില്ല, എപ്പോഴെങ്കിലും കൂടുമ്പോൾ. എക്സാം ഒക്കെ ആയ കുട്ടികളെ ഒട്ടും വീട്ടിലേക്ക് വിടില്ല. ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോ പാരന്റ്സ് ആഴ്ചയിൽ ഒരിക്കൽ വിളിച്ച് അന്വേഷിക്കാം. ബാക്കി എല്ലാം കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്.
രാവിലത്തെ അവിടെ മാർക്ക് എങ്ങനെയുണ്ട്? പെർസെന്റേജ് ഒക്കെ ഉണ്ടോ ആയിട്ട്? മാർക്ക് പെർസെന്റേജ് അത്യാവശ്യം നോക്കിയിട്ട്, പക്ഷെ ഒട്ടും അറിയാത്തവരും ഉണ്ട് കുട്ടികൾ. നമ്മളപ്പോ അവരെ ഒന്ന് വളർത്തിയെടുക്കുക. ചില കുട്ടികൾക്ക് പാരന്റ്സിന് പറഞ്ഞു കൊടുക്കാനാവാത്തതും ഉണ്ടേ. അപ്പൊ നമ്മൾ അത് നോക്കില്ല. എല്ലാ കുട്ടികളും, പക്ഷെ ഒരു 5-ലൊക്കെ വരുന്ന കുട്ടികൾ ഒരു 10th ഒക്കെ ആകുമ്പോഴേക്കും നല്ല മാർക്ക് കിട്ടുന്ന തരത്തില് എല്ലാ കുട്ടികൾക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ഞങ്ങളെ ട്യൂട്ടർ എന്നാ പറയാ നമ്മളവിടെ. അപ്പൊ ഞങ്ങൾ ട്യൂട്ടേഴ്സ് കൂടാണ്ട് റെസിഡൻസ് ട്യൂട്ടർ ഉണ്ട് അവിടെ. രാത്രി താമസിക്കുന്ന ട്യൂട്ടർ ഉണ്ട്. അപ്പൊ രാത്രി കുട്ടികൾക്ക് പഠിക്കാനിരിക്കുമ്പോ വാർഡൻ ഉണ്ട്, വാച്ച്മാൻ ഉണ്ട്. പിന്നെ രാത്രി പഠിക്കാനിരിക്കുമ്പോ എന്ത് വിഷയം പറഞ്ഞു കൊടുക്കാനുള്ള റെസിഡൻസ് ട്യൂട്ടർ അവിടെയുണ്ട്. നമ്മൾ ഈ 1 മണിക്കൂറൊക്കെ ഞങ്ങൾ പോയിട്ട് വരും. ചിലവര് രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ പോയി ക്ലാസ് എടുക്കും. ചിലവര് ഉച്ചയ്ക്ക് കുട്ടികളുടെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് സ്കൂൾ വിട്ട് വന്ന് അവരെന്തെങ്കിലും സ്നാക്സോ ചായയൊക്കെ കഴിച്ചിരുന്നിട്ട് അവർക്ക് അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കും. എല്ലാവരും ഉണ്ടാവും തന്നെ എന്റെ വിശ്വാസം. ഇവിടെ പാലക്കാട് എന്തായാലും ഉണ്ട്. ബാക്കി ജില്ലകള് എനിക്ക് എങ്ങനെയാന്നുള്ളത് അറിയില്ല. തൃശ്ശൂർ ഭാഗത്തും ഉണ്ട്. ഇവിടുത്തെ കുറെ പേരൊക്കെ അവിടെയൊക്കെ പഠിച്ചിട്ട് കേട്ടിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതൊരു എന്താ വിശ്വാസം. അതാണ് കൗതുകം തോന്നിയിട്ട് ഇങ്ങനെ ചോദിച്ചത് എങ്ങനെയാണ് ഏതൊക്കെയാണെന്ന്. ഇവിടെയൊക്കെ ഉണ്ട്. വേറെ എല്ലാവരും ഉണ്ടാവും വിചാരിക്കും. നമുക്ക് ഇവിടത്തെ അല്ലേ അറിയുള്ളൂ. തൃശ്ശൂർ പാലക്കാട് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്നാ പറയാ. ഇടുക്കിയിലും ഉണ്ട് ടീച്ചർ. എന്റെ വീടിന്റെ അടുത്തുണ്ട്. ഇടുക്കിയിലുണ്ട്. അതെ അല്ലെ. ഇങ്ങനത്തെ ട്യൂട്ടറൊക്കെ ആവാട്ടോ. ടീച്ചറൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ ആണല്ലേ നമുക്ക്. അല്ലെങ്കിൽ ഇതൊക്കെ കാര്യങ്ങള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കും, നമ്മൾക്ക് നോളജ് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു വരുമാനമാവും നമുക്ക്. അപ്പൊ നിങ്ങളെപ്പോഴും എന്താ പറയാ, ഒരു ജോലിയിൽ ഒതുങ്ങാൻ പാടില്ല എന്ന് പറയാറുണ്ട് അല്ലെ. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ആയാലും നമ്മളോട് പറയാറുണ്ട്, നമ്മൾ ഈ ജോലിയിൽ മാത്രം ഒതുങ്ങരുത്, നമുക്കൊരു എക്സ്ട്രാ വരുമാനം. ചിലപ്പോ നമ്മളിപ്പോ ജോലിക്ക് പോകുമ്പോ നമുക്ക് അത്ര കണ്ട് ചിലപ്പോ സാലറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എക്സ്ട്രാ ഒന്നും കൂടി ചിലപ്പോ ഇങ്ങനെ ഹോം ട്യൂഷനോ അങ്ങനെ വല്ല എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ ഇത്രയും കൂടി ആണ് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം എന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാമോ? ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ ആയാലും നല്ല രീതിയിൽ പഠിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ കയ്യിൽ കിട്ടുന്ന കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളാണല്ലേ. അല്ലെ, നമുക്ക് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കുട്ടികളെ ആയാലും നല്ല രീതിയിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ എന്താ ഭക്ഷണം പാഴാക്കരുത് എന്നുള്ളത് അവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാം. അങ്ങനെയുള്ള കുറച്ച് നല്ല ശീലങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ. നിങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വൈവൊക്കെ എങ്ങനെയുണ്ട്? ഭൂരിഭാഗം എന്റെ വൈവൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലെ. എങ്ങനെയുണ്ടായിരുന്നു വൈവ്? ഓക്കെ. ജെസ്സി ലോറൻസ് ഒക്കെ മിസ് ആണല്ലേ ചെയ്തത്? ഓക്കെ. മാമായിരുന്നു എനിക്ക് ചെയ്യുന്നത്. ഞാനിതുപോലെ തന്നെ കാറ്റിസത്തിന് ഞാൻ നേഴ്സറിയിൽ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇതിലൂടെ ആഗ്രഹം വന്നത്. ആ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത് വന്നപ്പോ അതുപോലെ ഡിഗ്രിക്ക് ശേഷം എനിക്ക് ബി.എഡ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. അപ്പോ അതിനുശേഷം ഇവിടെ പോയതിനു ശേഷമാണ് എനിക്ക് അതിയായ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിൽ ചേർന്നത്. പിന്നെ എന്റെ മോനും ഇതുപോലെ തന്നെ പഠിക്കാനായിട്ട് അവന് ആക്ടിവിറ്റിയിലൂടെ പഠിക്കുമ്പോൾ അവൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് അതിനോട് താല്പര്യമില്ല. അപ്പൊ അതൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്, മോണ്ടിസോറിയിലേക്ക്. അങ്ങനെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയി. അവിടെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പൊ അവിടെ എനിക്ക് നെക്സ്റ്റ് വീക്കിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ അടുത്ത ഇയറിലേക്ക് എന്നെ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സന്തോഷ വാർത്ത. നെക്സ്റ്റ് ഇയർ. പിന്നെ വെക്കേഷൻ ക്യാമ്പിനും മാം വിളിച്ചിട്ടുണ്ട്. എന്നോട് ചെല്ലാൻ പറഞ്ഞു അങ്ങോട്ട്. അപ്പൊ വളരെ വെക്കേഷനിലുണ്ട്. വെക്കേഷൻ ടൈമിലും ഉണ്ട് അവിടെ ക്ലാസ് ഉണ്ട്. അപ്പോ ആ വെക്കേഷൻ ടൈമിൽ വേറെ ക്ലാസ് കുട്ടികൾ എടുക്കുന്നുണ്ട്, വേറെ എക്സ്ട്രാ കുട്ടികൾ എടുക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്നവര് മാത്രമല്ല, അപ്പൊ എക്സ്ട്രാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോ അവിടെ ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആക്ടിവിറ്റീസ് അവർക്ക് വെക്കേഷനിൽ വീട്ടിലിരുന്ന ഒരു TV, ഫോൺ അങ്ങനെ ഉപയോഗിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഇവര് അവിടെ പോയി ആക്ടിവിറ്റി ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഫോണിന്റെ TVയുടെ ഉപയോഗം വളരെ കുറവായിരിക്കും.
അതാണ് മെയിൻ ആയിട്ടുള്ള ഇത്. അപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു എനിക്കാണെങ്കിൽ 2 ആഴ്ച ഞാൻ ചെയ്തിട്ടുള്ളൂ ഇന്റേൺഷിപ്പ്. അപ്പൊ 2 ആഴ്ച കൂടി ചെയ്യാനുണ്ട്. അപ്പൊ വെക്കേഷനിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ വന്നതാണ് ഇതിലേക്ക്. അതുപോലെ ആ ഇൻട്രസ്റ്റിംഗിലൂടെ തന്നെ പോയി എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിലേക്ക് വന്നതിൽ മോണ്ടിസറിയിലേക്ക്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ടീച്ചർ, എന്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. എല്ലാരും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്കൊരു ടെൻഷനാ. കാരണം ഇവരെല്ലാരും ഭയങ്കര ഇഷ്ടപ്പെട്ട് വന്നു, അല്ലെ നേരത്തെ മുതൽ ടീച്ചർ ആകാൻ ആഗ്രഹമായിട്ട് വന്നു എന്ന് പറയില്ലേ. പക്ഷെ എനിക്ക് സത്യത്തിൽ ടീച്ചർ ആകാൻ ആഗ്രഹവും ഇല്ലായിരുന്നു. ഞാൻ ഒരിക്കലും ടീച്ചർ ആകുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ശരിക്കും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഡെന്റൽ ടെക്നീഷ്യനാണ്. അപ്പൊ എനിക്കിപ്പോ ഒരു മോളുണ്ട് 3 വയസ്സുള്ള. അപ്പം മോളുണ്ടായപ്പം എന്റെ പേരൻസ്, ഹസ്ബൻഡിന്റെ പേരൻസും എല്ലാരും ജോലിക്ക് പോകുന്ന ആൾക്കാരാ. അപ്പം എനിക്ക് മോളെ നോക്കാൻ വീട്ടിലിരിക്കേണ്ട വന്നു. അങ്ങനെ എനിക്കൊരു കരിയർ ഇല്ലാതായി, ഒരു പ്രൊഫഷൻ ഇല്ലാതായി. അപ്പൊ എവിടുന്നോ ആരോ പറഞ്ഞു കേട്ട ഒരു അറിവില് ഈ സ്മാർട്ട് ശ്രീയുടെ ഒരു ആടെങ്ങാണ്ട് എന്റെ അമ്മ കണ്ടിട്ട് എനിക്ക് തരുന്ന. അപ്പൊ ഞാൻ നോക്കി പറയുന്ന പോലെ ഫീസ് വളരെ കുറവാണ്, മന്ത്ലി പേ ചെയ്താൽ മതി, അങ്ങനെ അതൊക്കെ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി വരുന്നു, പിന്നെ കുറേ രാവിലെ പോകണം, രാത്രി കുറേ വൈകിയേ വരുള്ളൂ, കുട്ടിയെ നോക്കാൻ നമുക്ക് തീരെ സമയം കിട്ടുന്നില്ല. ഇനി ഈവൻ കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടായാൽ പോലും നമ്മൾ ഹോസ്പിറ്റൽ ജോലികൾക്ക് പോകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കുട്ടിയെ മാനേജ് ചെയ്യാൻ തീരെ സമയം കിട്ടില്ല. പിന്നെ പെൺകുട്ടിയാണ്, അപ്പൊ നമ്മൾ കുറച്ച് നോക്കേണ്ടതിൻ്റെതായ ആവശ്യവും ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയുമ്പോൾ വളരെ സെൽഫിഷ് ആയിട്ട് ചിന്തിച്ച ഒരാളാണ് ഞാൻ. ഇവരെ പോലെ ബാക്കി കുട്ടികളെ പോലെ ആത്മാർത്ഥമായി കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ടീച്ചർ ആകണമെന്ന ആഗ്രഹം, അങ്ങനെ അതിൽ നിന്ന് ടീച്ചറാകാൻ വന്ന ഒരാളേ അല്ല ഞാൻ. വളരെ സെൽഫിഷായി ചിന്തിച്ചു, എനിക്ക് ഏതെങ്കിലും സ്കൂളിൽ ജോലി കിട്ടിയാൽ ആ സ്കൂളിൽ തന്നെ എന്റെ മോളെയും കൂടെ ചേർക്കാമല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് പോവുകയും വരികയും ചെയ്യാം, അപ്പൊ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ, കുട്ടിയെ നോക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ വളരെ സെൽഫിഷായി ചിന്തിച്ച ഒരാളെയാണ്. എനിക്ക് എന്റെ കുട്ടിയെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് സാമ്പത്തികം ഉണ്ടാകും, രണ്ടും ഒരുമിച്ച് നടക്കുന്ന രീതിയിൽ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ടീച്ചർ ആകുക എന്നുള്ളത്. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ആത്മാർത്ഥതയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരു ആത്മാർത്ഥതയോടും കൂടി കുട്ടികളോട് അല്ലെ പഠിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാം എന്ന ലക്ഷ്യത്തോടെ പഠിക്കാൻ വന്ന ആളേ അല്ല ഞാൻ. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് വലിയ കുട്ടികളെ കിട്ടി, 7ാം ക്ലാസ്സുകാരെ. ഇംഗ്ലീഷ് ആയിരുന്നു ഉള്ള. സത്യം പറയാലോ ടീച്ചറെ, ഞാൻ വിചാരിച്ചത് ഞാൻ 7ൽ പഠിച്ച പോലത്തെ കുട്ടികളായിരിക്കും എന്നാ. പക്ഷെ അങ്ങനത്തെ കുട്ടികളേ അല്ലായിരുന്നു, ന്യൂ ജനറേഷൻ ജെൻസി കുട്ടികളാ. ഒരു രീതിയിലും നമുക്ക് അവരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആത്മാർത്ഥമായി പറഞ്ഞാൽ എനിക്ക് ആദ്യം തോന്നിയത് ഈ പിള്ളേരെ എല്ലാം ഭിത്തിയെ പിടിച്ച് മോന്ത ഉരച്ചു വിടണം എന്നാ എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് ഞാൻ മടുത്തുപോയി. അതെല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ ജോബ് സാറില്ലേ, നമ്മുടെ ഇംഗ്ലീഷിന്റെ ജോബ് സാറ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോയപ്പോ ഇങ്ങനെ പറഞ്ഞു തന്നാ വിട്ടത്, നമ്മൾ ആദ്യം കുട്ടികള് അവരിൽ ഒരാളാകാൻ ശ്രമിക്കണം, നിങ്ങൾ ടീച്ചറായി അവരുടെ മുമ്പിൽ നിന്ന് അവരെ ഒരിക്കലും നിങ്ങളെ അനുസരിക്കില്ല, നിങ്ങൾ അവരിലെ ഒരു കുട്ടിയാകാൻ ശ്രമിക്കണം. അപ്പൊ ഇഷ്ടത്തോടെ അല്ലെങ്കിലും ഞാൻ വിചാരിച്ചു എന്തായാലും പണ്ടാരം വന്നു വിട്ടുപോയി, ഇനി 1 മാസം ഇവിടെ പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണേ, 1 മാസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി എന്ന് വിചാരിച്ച്, എന്നാ പിന്നെ ഈ സാറ് പറഞ്ഞ വഴിയൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് തീരെ ഇഷ്ടമില്ലാതെ ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ ഒരു അത്ഭുതകരമായ മാറ്റം അവിടെ സംഭവിച്ചു കേട്ടോ. അവരെ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ അവര് നമ്മളെയും അംഗീകരിച്ചു തുടങ്ങി. അപ്പൊ നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഒരു ആത്മാഭിമാനം, അങ്ങനെ ഒരു ആത്മബോധം എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ അവിടെ നിന്നും മനസ്സിലാക്കി. അപ്പൊ ഞാൻ അവരിൽ ഒരാളായി കഴിഞ്ഞപ്പോൾ അവരെന്നെ അനുസരിക്കാൻ തുടങ്ങി. അങ്ങനെ യാതൊരു ഇഷ്ടവും ആരോടും ഇല്ലാതിരുന്ന ഞാൻ ആ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളോടും ഞാൻ അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്കൊരു സ്നേഹം അവരോടുണ്ടായി. തിരിച്ച് എന്നോടും അവരങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പൊ അതുവരെ യാതൊരു ഇഷ്ടവും അല്ലെങ്കിൽ എന്റെ ലാഭം മാത്രം പ്രതീക്ഷിച്ച് പഠിക്കാൻ വന്ന, അല്ല എന്റെ ലാഭം മാത്രം പ്രതീക്ഷിച്ച് പഠിപ്പിക്കാൻ പോയ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒരു അധ്യാപകർക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം അല്ലെങ്കിൽ സന്തോഷം, ആദ്യമായിട്ട് ഞാൻ ഒരു അധ്യാപികയായതിൽ എനിക്കൊരു സന്തോഷം, അല്ലെ കുറച്ച് കുട്ടികൾ എന്നെ ടീച്ചറെ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതുവരെ ഉണ്ടായിരുന്ന എന്റെ എല്ലാ സ്വാർത്ഥതകൾക്കും അപ്പുറം ഞാനൊരു അധ്യാപികയാണ്, എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെല്ലാം നാളെ എവിടെയോ എത്തേണ്ടവരാണ്, അവരെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു 4 അക്ഷരം പറഞ്ഞു കൊടുക്കണമെന്നുള്ള ചിന്ത
അന്ന് ആദ്യമായിട്ട് എനിക്ക് ഉണ്ടായി. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചില എക്സ്പീരിയൻസുകൾ ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളാണ്. അപ്പൊ ഞാൻ അടുത്ത് ഒരു കടയിൽ പോയി, ഒരു ഷോപ്പിൽ തുണിക്കടയായിരുന്നു. അവിടെ ടെക്സ്റ്റൈൽസ് ചെന്നപ്പോൾ അവിടെ ഡ്രസ്സ് എടുക്കുവാണ് എന്റെ മോൾക്ക് വേണ്ടിയാ. അപ്രതീക്ഷിതമായിട്ട് പുറകെ നിന്ന് ആരോ ടീച്ചറേന്ന് വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ക്ലാസ്സിലുള്ള ഒരു കുട്ടി. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കുറെ ആളുകൾക്കിടയിൽ നമ്മളെ അങ്ങനെ വിളിക്കാൻ, നമ്മളെ തിരിച്ചറിയാൻ ഒരാളുണ്ടല്ലോ ഉള്ള അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന എന്തോ ഒരു വൈബ്രേഷൻ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് എനിക്ക് തന്നെ മനസ്സിലായി. അത് കഴിഞ്ഞ് ആ കടയിലുള്ളവരായാൽ പോലും അതുവരെ നമുക്ക് ഡ്രസ്സ് തന്നതുപോലെ അല്ല അവർ അത് കഴിഞ്ഞ് നമ്മളോട് പെരുമാറിയത്. അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു അധ്യാപികയാണെന്നുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളോടും കൂടിയാണ് അവർ പിന്നീട് നമ്മളോട് പെരുമാറിയത്. അത് കഴിഞ്ഞ് ഞാൻ ഇതെന്റെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, അതാ പഠിക്കുക അത് എന്തെങ്കിലും നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരു ഇത് കിട്ടും എന്ന് എന്റെ അമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ ശരിക്കും എന്റെ കാര്യത്തിന് വേണ്ടി മാത്രം പോയ ഒരാളാ. അതിൽ നിന്ന് ഈ കുറെ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടു. അത് കഴിഞ്ഞ് അവരെ ഞാൻ സ്നേഹിക്കാൻ പഠിച്ചു. തിരിച്ച് അവരെന്നെ സ്നേഹിക്കാൻ പഠിച്ചു. അത് ഞാൻ ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിച്ച ഒരാളെ എന്റെ അനിയത്തിയെയാണ് ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. പിന്നീട് ഞാൻ അവരെ സ്നേഹിച്ചു കഴിഞ്ഞ് ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് 30 കുട്ടികൾക്കും എന്റെ അനിയത്തിയുടെ മുഖമാണെന്നും എന്റെ അനിയത്തിയുടെ അതേ കണ്ണുകളും എന്റെ അനിയത്തിയുടെ അതേ ചിരിയുമാണ് അവിടെ ഇരുന്ന് 30 കുട്ടികൾക്കെന്നും എനിക്ക് തോന്നി. അതൊരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞു, തിരിച്ചു പോരാറായപ്പോ ഭയങ്കര വിഷമം. ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് തല വലിച്ചുകൊണ്ട് പോന്നാ മതിയെന്ന് ചിന്തിച്ച ആളാ ഞാൻ. അത് അങ്ങനെ ഇരുന്ന് എനിക്ക് 30 ദിവസം കഴിഞ്ഞപ്പോ അവിടുന്ന് തിരിച്ചിറങ്ങി പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് എനിക്ക് തന്നെ ഉണ്ടായ ഒരു മാറ്റമാണ് നമ്മുടെ സംസാര രീതി, ബോഡി ലാംഗ്വേജ് എല്ലാം ഒരു അധ്യാപികയിലേക്ക് പതിയെ മാറുന്നത് ഈ 30 ദിവസങ്ങൾ കൊണ്ട്. നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ സംസാര രീതി, നമ്മുടെ നടപ്പ് എടുപ്പ് എല്ലാത്തിലും ഒരു അധ്യാപികയുടെ മാറ്റം ഉണ്ടാകുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഡ്രസ്സായാലും എനിക്ക് സാരി തീരെ ഇഷ്ടമല്ലാത്ത ആളാ. ഞാൻ കല്യാണത്തിന് പോലും ചുരിദാർ ഇടാൻ പറ്റുമായിരുന്നു. കല്യാണം ചുരിദാർ ഇട്ട് കഴിക്കുമായിരുന്നു. അങ്ങനെ സാരി ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ സ്കൂളിൽ പോയി സാരി എടുത്തുകൊണ്ട് പോയപ്പോൾ നമ്മൾ സാരി ഉടുക്കാൻ പഠിച്ചു. സാരിയോട് ഇഷ്ടം വന്നു. അത് കഴിഞ്ഞ് ഞാൻ പല ഫാമിലി ഫംഗ്ഷനും പങ്കെടുത്തു ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ. ആരും പറയാതെ തന്നെ ഞാൻ സാരി എടുത്തോണ്ട് പോയി. അപ്പൊ എല്ലാവരും തന്നെ എന്റെ ഹസ്ബൻഡ് വരെ നീ സാരി എടുത്തോടി എന്നുള്ള ഒരു അതിശയത്തോടെ ഞാൻ നോക്കുന്ന. അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ വരെ അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഡ്രസ്സിങ് രീതി, അതുപോലെ സംസാര രീതി, നമ്മുടെ ശരീരഭാഷ പോലും ഒരു അധ്യാപികയായി മാറിയെന്ന് ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ അത് കാണുക. സത്യത്തിൽ ഇങ്ങനെയൊന്നും ഞാൻ ആയി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. കാരണം ഞാൻ തികച്ചും എന്റെ മാത്രം ആവശ്യത്തിന്, എന്റെ സ്വാർത്ഥമായ കാര്യങ്ങൾ, എന്റെ കുട്ടിയെ നോക്കാം, എനിക്ക് പൈസ കിട്ടും, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പഠിക്കാൻ വന്നയാളാ. പക്ഷെ ഇവിടുന്ന് തിരിച്ച് പഠിച്ചിറങ്ങുന്നത് എന്നെ കഴിയുന്ന വിധത്തിൽ ഏറ്റവും നല്ലൊരു അധ്യാപികയായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. അതെന്തായാലും സ്മാർട്ട് ശ്രീയുടെയും നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരുടെയും വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ്. ഇപ്പൊ എത്ര കാലം കഴിഞ്ഞാലും എവിടെയായിരുന്നാലും സ്മാർട്ട് ശ്രീയെയും അതിന്റെ എല്ലാ അണിയറ പ്രവർത്തകരെയും അതുപോലെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും വളരെ നന്ദിയോടെ തന്നെ ഓർക്കുമെന്ന് ഞാൻ ഇപ്പൊ പറയുകയാണ്. ടീച്ചർ ഇങ്ങനെ എന്തുകൊണ്ട് പഠിച്ചു എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. സത്യത്തിൽ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് 30-ാം ദിവസം തിരിച്ചു പോരാ അത് കഴിഞ്ഞ് 30-ാം ദിവസം തിരിച്ചു പോരാൻ നേരം ഈ പറഞ്ഞ പോലെ എനിക്ക് സങ്കടമാണ്, കുട്ടികൾക്ക് സങ്കടമാണ്. അത് കഴിഞ്ഞ് കുട്ടികൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ്, കുറേ സാധനങ്ങൾ ഗിഫ്റ്റ്, അതുപോലെ കുറേ ലെറ്ററുകൾ എഴുതി തന്നു. ഞാനത് വീട്ടിൽ വന്ന് വായിച്ചു. ആ ലെറ്ററുകൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര സന്തോഷമാണത്. ആ കത്തുകൾ ഒന്നുപോലും കളയാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാം. അത് എന്താ പറയുന്നത്, അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. അതായത് ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് മാറിപ്പോയി. അല്ലാണ്ട് ഇപ്പൊ ഞാനുണ്ടല്ലോ, എനിക്ക് പൈസയൊന്നും കിട്ടിയില്ലെങ്കിലും എന്റെ മുമ്പിൽ വരുന്ന കുട്ടികളെ നന്നാക്കി വിടണമെന്നൊരാഗ്രഹം എന്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ഈ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്തതുകൊണ്ട് എനിക്കുണ്ടായ വ്യത്യാസം അതാണ്. ഞാൻ കുറച്ച് നന്നായി, ഞാൻ കുറച്ച് സെൽഫിഷ് ആയിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളായിട്ട് എന്നെ സ്വയം മാറ്റാൻ എനിക്ക് കഴിഞ്ഞു. അതാണ് ഇതിൽ നിന്ന് എനിക്ക് വന്ന മാറ്റം. ശരിയാണ്. വലിയ കുട്ടികളെക്കാട്ടും കൂടുതൽ ചെറിയ കുട്ടികൾക്കായിരിക്കും നമ്മളോട് ഇഷ്ടം കൂടുതൽ. എവിടെ വെച്ച് കണ്ടാലും അവർ ടീച്ചറെ നല്ല വിളിക്കാം അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ടീച്ചേഴ്സ് ട്രെയിനിങ് പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുണ്ടോ. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആണ്. അവർക്കായിരിക്കും കൂടുതൽ ഇഷ്ടവും സന്തോഷവും നമ്മളോട് കാണുമ്പോൾ ടീച്ചറെ വിളിക്കാനുള്ള ഒരു ഇത്. ചില കുട്ടികൾക്ക് മടിഞ്ഞൊക്കെ പോവാറുണ്ട് അല്ലെ. വലിയ കുട്ടികളൊക്കെ നാണം ഇതൊക്കെ ആയിരിക്കും. പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും സ്നേഹമായിരിക്കും നമ്മളോട്. ഓക്കെ, ടൈം ആയിട്ടുണ്ട്.
അപ്പോ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. സെമിനാർ എടുക്കാനുള്ള കുട്ടികളോടൊന്ന് അടുത്ത പ്രാവശ്യത്തേക്ക് റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞോളൂ കേട്ടോ.